ഹലോ മക്കളെ, വെൽക്കം ടു സൊല്യൂഷൻ. ഇനി എന്തിനാടാ വേറെ സൊല്യൂഷൻ? ഷനൂബ് സാറാണ്. എടാ, നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ SLC ജോഗ്രഫിയിൽ നമുക്കറിയാം ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ AD സാർ തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ ചാപ്റ്റർ ഞാനാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തു, രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ ഇന്ന് ചെയ്യാൻ പോവുകയാണ്. സോ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ഇയേഴ്സിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല അല്ലേ? നിങ്ങൾ പുതിയ കുട്ടികളാണ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. അപ്പോൾ അത് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പർപ്പസ്. സോ നോക്കി വെച്ചോ, നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ക്ലൈമാറ്റിക് റീജിയൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് അഥവാ കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥ മാറ്റവും എന്ന ഈ പാഠത്തിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത്? പ്രധാനമായിട്ടും ആദ്യം തന്നെ ഇത് പറഞ്ഞു വെക്കുന്നത് കാലാവസ്ഥാ മേഖലയെക്കുറിച്ചാണ്. വാട്ട് ഈസ് എ ക്ലൈമാറ്റിക് റീജിയൻ? എന്താണ് കാലാവസ്ഥാ മേഖല എന്ന് പറഞ്ഞാൽ, എ ക്ലൈമാറ്റിക് റീജിയൻ ഈസ് എൻ എക്സ്റ്റെൻസീവ് ജോഗ്രഫിക്കൽ ഏരിയ ഇൻ വിച്ച് സിമിലർ ക്ലൈമാറ്റിക് കണ്ടീഷൻ അല്ലെങ്കിൽ ക്ലൈമാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ആർ എക്സ്പീരിയൻസ്ഡ്. മക്കളെ, സമാന കാലാവസ്ഥാ സവിശേഷതകൾ അനുഭവപ്പെടുന്ന വിശാലമായ ഭൂപ്രദേശത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കാലാവസ്ഥാ മേഖലകൾ അല്ലെങ്കിൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ, നമ്മൾ ഈ എർത്തിൽ പ്രധാനമായിട്ടും 8 ക്ലൈമാറ്റിക് റീജിയൻ ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ആ 8 എണ്ണമാണ് എന്തെന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ഇക്വേറ്റോറിയൽ അഥവാ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയുണ്ട്. രണ്ടാമത് മൺസൂൺ ആണ് അഥവാ മൺസൂൺ കാലാവസ്ഥാ മേഖലയുണ്ട്. മൂന്നാമത് സാവന്ന ക്ലൈമാറ്റിക് റീജിയൻ അഥവാ സാവന്ന കാലാവസ്ഥാ മേഖലയുണ്ട്. നാലാമത് ഹോട്ട് ഡെസേർട്ട് അഥവാ ഉഷ്ണമരുഭൂമികളുണ്ട്. 5 മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ അഥവാ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയുണ്ട്. 6 ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് അഥവാ മിതോഷ്ണ പുൽമേടുകളുണ്ട്. പിന്നെന്താ? ടൈഗ റീജിയൻ അഥവാ ടൈഗ മേഖല, ടുണ്ട്ര റീജിയൻ അഥവാ ടണ്ട്ര മേഖല. ഇങ്ങനെ 8 ക്ലൈമാറ്റിക് റീജിയൻ ആണ് നമുക്ക് പ്രധാനമായിട്ടും ഇതിൽ പഠിക്കാനുള്ളത് അല്ലേ? അപ്പോൾ ഈ 8 ക്ലൈമാറ്റിക് റീജിയൻ എവിടേക്ക് കാണപ്പെടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ബേസിക് ആയ സാധനമാണ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്നാമത്തെ ചാപ്റ്ററിൽ തന്നെ എന്താണുള്ളത്? ഉഷ്ണമേഖലയുണ്ട്, ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ഡയറക്റ്റായി എത്തുന്ന മേഖല അല്ലേ? ബാക്കിയുള്ള മേഖലകൾ ചെരിഞ്ഞ പതിക്കാസോ മിതോഷ്ണ മേഖല അഥവാ ടെമ്പറേറ്റ് സോൺ, കുറച്ചൊക്കെ ചൂടെത്തുന്ന സ്ഥലം. ഏറ്റവും കുറവ് സൂര്യപ്രകാശം എത്തുന്ന സൺലൈറ്റ് എത്തുന്ന ഏരിയ ആണെന്ന് പറയുന്നത് ഫ്രിഡ്ജ് സോൺ അഥവാ ശൈത്യ മേഖല എന്ന് പറയുന്നത്. സോ ആദ്യത്തെ 4 ക്ലൈമാറ്റിക് റീജിയൻ കാണപ്പെടുന്നത് 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിന്റെ ഉള്ളിലായിട്ടാണ്, 30 ഡിഗ്രി അക്ഷാംശത്തിന്റെ ഉള്ളിലായിട്ട് കാണപ്പെടുന്നു. ബാക്കി 2 എണ്ണം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 60 വരെയുള്ള സ്ഥലങ്ങളിലാണ്. അവസാനത്തെ 2 എണ്ണം 90 ഡിഗ്രിയുടെ ഉള്ളിലായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, അതായത് ആദ്യത്തെ 4 എണ്ണം എന്ന് പറയുന്നത് എവിടെയാടാ? യെസ്, ട്രോപ്പിക്കൽ സോൺ അഥവാ ഉഷ്ണമേഖലയിലാണ്. പിന്നെയുള്ള 2 എണ്ണം അഥവാ മെഡിറ്ററേനിയനും ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡും അഥവാ മെഡിറ്ററേനിയനും മിതോഷ്ണ പുൽമേടുകളും കാണപ്പെടുന്നത് യെസ് ടെമ്പറേറ്റ് സോണിലാണ് അഥവാ മിതോഷ്ണ മേഖലയിലാണ്. അവസാനത്തെ ഈ ഫ്രിഡ്ജഡ് സോൺ അഥവാ ശൈത്യ മേഖലയിലാണ് എന്തുള്ളത്? അവസാനത്തെ മഞ്ഞ് വെക്കുന്ന 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ടൈഗയും ടണ്ട്രയും. സോ അങ്ങനെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ള മാപ്പുകളുണ്ട്. വെറുതെ പഠിക്കല്ല. നമ്മൾ കഴിഞ്ഞ കൊല്ലം 9ാം ക്ലാസ്സിൽ പഠിച്ചു, നമ്മൾ ഇന്ത്യൻ മാപ്പിനെ കുറിച്ച് പഠിച്ചു അല്ലേ? അവസാനത്തെ ആനുവൽ എക്സാമിനൊക്കെ നമ്മൾ പെട്ടുപോയി. അത്രയ്ക്കും ടഫായ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ത്? മാപ്പ് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവിടെ എത്ര ടഫായി കഴിഞ്ഞാലും നിങ്ങളെ കരകയറ്റാൻ വേണ്ടി ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. സോ ധൈര്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തോ, ഇന്നത്തെ രാത്രിയുടെ ലൈവിലേക്ക് വന്നോ. നമുക്ക് 8 മാപ്പിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഒന്ന് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല അഥവാ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനെ കുറിച്ച് പഠിക്കാനുണ്ട്. എവിടെയൊക്കെയുള്ളത്? ആഫ്രിക്കയിൽ കാണപ്പെടുന്നുണ്ട്. അതേപോലെ സൗത്ത് ഈസ്റ്റ് അഥവാ നമുക്കറിയാം തെക്ക് കിഴക്കൻ ഏഷ്യയിൽ കാണപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ആമസോൺ കാടുകളിൽ കാണപ്പെടുന്നുണ്ട്. അതേസമയത്ത് മൺസൂൺ എവിടെയൊക്കെ കാണപ്പെടുന്നത്? നമ്മൾക്കറിയാം എവിടെയാണ്? ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് ഉണ്ട്, ആഫ്രിക്കൻ കോണ്ടിനെൻ്റ് ഉണ്ട്, ഓസ്ട്രേലിയൻ കോണ്ടിനെൻ്റ് ഉണ്ട്, നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റും സൗത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിലും കാണപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഏഷ്യൻ വൻകരയിലും അഥവാ ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിലും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും അതേപോലെ വടക്കേ അമേരിക്കയുടെയും തെക്കേ അമേരിക്കയുടെ ഭൂഖണ്ഡത്തിലും ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലും കാണപ്പെടുന്നുണ്ട്. അതേസമയത്ത് സാവന്ന എവിടെ കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ നമുക്കറിയാം കാണപ്പെടുന്നുണ്ട്. അതേപോലെ തെക്കൻ അമേരിക്കയിലായിട്ടുള്ള ബ്രസീൽ, അതേപോലെ തന്നെ വെനസ്വേല എന്ന് പറയുന്ന രാജ്യങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ഓസ്ട്രേലിയയുടെ ഭാഗത്ത് കാണപ്പെടുന്നുണ്ട്. പിന്നെ നമുക്കറിയാം നമ്മുടെ മരുഭൂമികൾ കഴിഞ്ഞ പോലെ നമ്മൾ അവസാനമായിട്ട് 7ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു താർ മരുഭൂമികളെ കുറിച്ചിട്ടല്ലേ? അതായത് ആ താർ മരുഭൂമിയുണ്ട്. അത് കാണപ്പെടുന്ന നമുക്കറിയാം ഏഷ്യയിലുള്ള പ്രധാനപ്പെട്ട ഏറ്റവും വലിയ മരുഭൂമിയായിട്ടുള്ള അറേബ്യൻ മരുഭൂമിയുണ്ട്. അതേപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മരുഭൂമിയായിട്ടുള്ള ഏതാണ്? സഹാറ ഡെസേർട്ട് ഉണ്ട്. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ഓസ്ട്രേലിയൻ ഡെസേർട്ട് ഉണ്ട്. അതേപോലെ തന്നെ ആഫ്രിക്കയിലെ സദേൺ ഭാഗത്ത് കാണപ്പെടുന്ന കലഹാരി നമീബ് ഉണ്ട്. പിന്നെ തെക്കേ അമേരിക്ക അഥവാ സൗത്ത് അമേരിക്കയിൽ കാണപ്പെടുന്ന അറ്റക്കാമയുണ്ട്. നോർത്ത് അമേരിക്കയിൽ ഡെസേർട്ട് ഉണ്ട്. ഇങ്ങനെ ആദ്യത്തെ 4 എണ്ണം എവിടെയുള്ള? ട്രോപ്പിക്കൽ സോണിലാണ് കാണപ്പെടുന്നത്. പിന്നെയുള്ള 4 എണ്ണത്തിൽ 2 എണ്ണം എന്ന് പറയുന്നത് സബ് ട്രോപ്പിക്കലാണ് അഥവാ ടെമ്പറേറ്റ് സോണാണ്, മിതോഷ്ണ മേഖലയിലാണ്. ഏതൊക്കെയാണ്? മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല അല്ലേ? നമുക്കറിയാം മെഡിറ്ററേനിയൻ സീ എന്ന് പറയുന്ന ഒരു സീ പോർഷൻ ഉണ്ട്. ഇതിൻ്റെ ചുറ്റുമായിട്ട് കാണപ്പെടുന്ന സമാന കാലാവസ്ഥ സവിശേഷതകൾ ലോകത്തിൻ്റെ മറ്റു ഏരിയകളിൽ എവിടേക്കാണോ കാണപ്പെടുന്നത് അവരെ വിളിക്കുന്ന പേരാണ് ഇവിടെ കേട്ടോ. ഈ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഈ സ്ഥലത്തെ വിളിക്കുന്ന പേരാണെന്ത്? മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ. അതിൽ പ്രധാനമായിട്ട് എവിടെ സൂചിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമാണ് എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. അതേപോലെ തന്നെ നമുക്കറിയാം ടെമ്പറേറ്റ്
ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് അഥവാ മിതോഷ്ണ പുൽമേടുകൾ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ഏഷ്യയിൽ സ്റ്റേപ്പീസ് എന്ന് വിളിക്കുന്നുണ്ട്, അതേപോലെ ആഫ്രിക്കയിൽ വെൽഡ് എന്നും, സൗത്ത് അമേരിക്കയിൽ പാമ്പേഴ്സ് അല്ല പാമ്പാസ്, പിന്നെന്താണ് നോർത്ത് അമേരിക്കയിൽ പ്രയറി എന്നും, അതേപോലെ ഓസ്ട്രേലിയയിൽ ഡൗൺസ് എന്നും, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരുകളാണ്. ഇറ്റ് ഈസ് നോൺ ബൈ ഡിഫറെൻറ്റ് നെയിംസ് ഇൻ ഡിഫറെൻറ്റ് റീജിയൻ. ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരുകളിലാണ് ചെയ്യുന്നത് അറിയപ്പെടുന്നത്, മനസ്സിലാക്കി വെക്കുക. പിന്നെ അവസാനത്തെ രണ്ടെണ്ണം എന്ന് പറയുന്നത് ഫ്രിഡ്ജഡ് സോണാണ്, കോൾഡ് സോണാണ്, ശൈത്യ മേഖലയാണ്, മഞ്ഞുവീഴ്ചയുള്ള സ്ഥലമാണ്. ആ ഭാഗത്ത് ടൈഗ റീജിയൻ എന്ന് പറയുന്ന ഈ ക്ലൈമാറ്റിക് റീജിയൻ മക്കളെ നോർത്ത് ഹെമിസ്ഫിയറിൽ മാത്രമേ ഉള്ളൂ, സദേൺ ഹെമിസ്ഫിയറിൽ ഇല്ല. എന്തുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്ത? നിങ്ങൾ ഈ മാപ്പിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ എവിടെയെങ്കിലും ലാൻഡ് മാസ് ഉണ്ടോ, ലാൻഡ് ഏരിയകൾ ഉണ്ടോ? ഇല്ല. അതേസമയത്ത് നോർത്ത് ഹെമിസ്ഫിയറിൽ ലാൻഡ് ഏരിയ കൂടുതലാണ്. സോ നോർത്ത് ഹെമിസ്ഫിയറിൽ മാത്രമേ എന്തുള്ളൂ, ടൈഗയുള്ളൂ. അതേപോലെ തന്നെ തുണ്ട്രയോ എവിടെ ഉള്ളൂടാ, നോർത്ത് ഹെമിസ്ഫിയറിലുള്ളൂ, സദേൺ ഹെമിസ്ഫിയറിൽ ഇല്ല. ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യണം മക്കള് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ മാപ്പ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആഴ്ന്നിറങ്ങാനുണ്ട്. ഇതിൽ എന്തൊക്കെ പഠിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും സബ് ടൈറ്റിലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, സബ് ഹെഡിങ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ലൊക്കേഷൻ, ഇതൊക്കെ കാണപ്പെടുന്ന സ്ഥാനം, അക്ഷാംശ വ്യാപ്തി എവിടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ക്ലൈമറ്റ്, അതായത് അവിടുത്തെ കാലാവസ്ഥ. ഇപ്പം നമ്മൾ 8 ക്ലൈമാറ്റിക് റീജിയനെ കുറിച്ച് പറഞ്ഞല്ലോ, ആ 8 സ്ഥലങ്ങളിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന അനുഭവപ്പെടുന്ന കാലാവസ്ഥയെ കുറിച്ചിട്ട്, ക്ലൈമറ്റിനെ കുറിച്ച് നമ്മൾ പറയാനുണ്ട്. പിന്നെ അവിടെയൊക്കെ വളരുന്ന ഈ കാലാവസ്ഥക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, അവിടെ സസ്യങ്ങളിൽ വെജിറ്റേഷനിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ആ സസ്യജാലങ്ങളെ കുറിച്ചിട്ട്, അവയുടെ പ്രത്യേകതകളെ കുറിച്ചിട്ട്, അതുണ്ടാകുമ്പോൾ അവിടെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ ഇവിടുത്തെ ഹ്യൂമൻ ലൈഫ് അഥവാ മനുഷ്യ ജീവിതം, ഇവിടുത്തെ മനുഷ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമൻ ആക്ടിവിറ്റിയെ കുറിച്ചിട്ടും, അവിടെ ഉണ്ടാകുന്ന ട്രൈബൽ ഗ്രൂപ്പ്, ചിലപ്പോൾ ഓരോ ഏരിയകളും വനങ്ങളുടെ ഉള്ളിലും അല്ലെങ്കിൽ മഞ്ഞ് കൂടിയ മേഖലകളിലൊക്കെ എന്ത് ചെയ്യും, ഓരോ ഗോത്ര വിഭാഗങ്ങൾ ഉണ്ടാവും, നൊമാഡിക് ടീംസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അവരുടെ കുറിച്ചും ആ നാറ്റീവ് പീപ്പിൾസിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. ഇതൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കാനുള്ള എന്താണ്, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു കുഞ്ഞാപ്പി ടോപ്പിക്കാണ്, ചെറിയൊരു ടോപ്പിക്. പക്ഷേ ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്തിനൊക്കെ എഫക്റ്റ് ചെയ്യും, ഇത് കാരണം ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണൊക്കെ എന്ത് ചെയ്യണം നമുക്ക് പഠിക്കാനുണ്ട്. സോ ഈ ക്ലൈമറ്റ് ചേഞ്ച് പ്രധാനമായിട്ടും ബാധിക്കുന്ന മക്കളെ 2 സ്ഥലങ്ങളെയാണ്. ഒന്ന് മൗണ്ടെയിനസ് കൺട്രി എന്നറിയപ്പെടുന്ന നേപ്പാൾ അല്ലെ, പർവ്വതങ്ങളുടെ രാജ്യമായിട്ടുള്ള നേപ്പാൾ. ഇവിടേക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള പർവ്വതമായിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് ഉള്ളത് അല്ലേ. ആ കാര്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഐലൻഡ് നാഷൻ ഓഫ് മാൽദീവ്സ് അല്ലെ, മാലിദ്വീപ്. നമുക്ക് ഹണിമൂണിനൊക്കെ ഇപ്പോൾ എല്ലാവരും ട്രെൻഡിങ് ആയിട്ട് പോകുന്ന സ്ഥലമാണ് എന്ത്, നമ്മൾ ഈ മാൽദീവ്സ് എന്ന് പറയുന്ന സ്ഥലം അല്ലേ. അപ്പോൾ ഈ മാൽദീവ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലൈമറ്റ് ചേഞ്ച് അഥവാ കാലാവസ്ഥാ മേഖല ബാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് ബാധിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഇന്ന് രാത്രികത്തെ വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, വിശദമായിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം. സോ എല്ലാവരും എന്ത് ചെയ്യണം, രാത്രികത്തെ ലൈവിന് വരണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഈ പാഠഭാഗത്തിൽ പ്രധാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അങ്ങനെ അവസാനം ഈ ഒരു കോട്ടോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ പാഠം വൈൻഡപ്പ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ക്ലൈമാറ്റിക് റീജിയൻ എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതേപോലെ ക്ലൈമറ്റ് ചേഞ്ച് എവിടെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ക്ലൈമറ്റ് ചേഞ്ച് നമ്മുടെ മനുഷ്യപ്രവർത്തനം അഥവാ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ കാരണമുണ്ട്, നാച്ചുറൽ ചേഞ്ചസ് അഥവാ സ്വാഭാവികമായ ഭൂമിയുടെ സ്വാഭാവികമായ മാറ്റം കാരണം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ മനുഷ്യപ്രവർത്തനം കൂടുതൽ കാരണമാണ് എന്ത് ചെയ്യുന്നത്, ക്ലൈമറ്റ് ചേഞ്ച് പെട്ടെന്ന് ഉണ്ടാകുന്നത് അല്ലേ, ഗ്രീൻ ഹൗസ് എഫക്റ്റും അതേപോലെ തന്നെ ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ സ്പീഡ് എന്തായാലും നമുക്ക് ഫുള്ളായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയില്ല, തടഞ്ഞു നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ സ്പീഡ്, തോത്. അപ്പോൾ അതിനുള്ള നടപടികൾ എന്തൊക്കെയാണെന്നൊക്കെ എന്ത് ചെയ്യാണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ചസിന് എതിരെയായിട്ടുള്ള ഒരുപാട് ഏജൻസീസ് വന്നിട്ടുണ്ട്, അവരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ ഒരു കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പാഠം കഴിയും. ഇതാണ് ഈ പാഠത്തിൻ്റെ ഒരു ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടായിരിക്കണം നിങ്ങൾ ഇനി ഈ പാഠം പഠിക്കേണ്ടത്. സോ ഇത്രയും കാര്യങ്ങൾ പറയുന്നു. സോ നമുക്ക് ഇന്ന് രാത്രി 7:00 ലൈവിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, വിശദമായിട്ട് കീറി മുറിച്ച് അടിപൊളിയായിട്ട് പഠിക്കാം. സോ എല്ലാവരും രാത്രി 7:00 ലൈവിലേക്ക് വായോ. ഓക്കെ, ബൈ.